കോഡ് ആൻഡ് പ്ലേയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ രസകരമായിട്ടുള്ള ഒരു ആനിമേഷനാണ് ചെയ്യാൻ പോകുന്നത്. ഈ സ്ക്രീനിൽ കാണുന്ന പോലെ കുറച്ചധികം ക്യാരക്ടേഴ്സിനെ നമ്മൾ ആനിമേറ്റ് ചെയ്യാൻ പോവാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. ഞാൻ ഈ ഗ്രീൻ ഫ്ലാഗ് പ്രസ് ചെയ്യുന്ന സമയത്ത് ഒരു സോങ് ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്യാൻ തുടങ്ങും. ഇതിനൊപ്പം തന്നെ ഞാൻ ഓരോ ക്യാരക്ടേഴ്സിനെയും ടച്ച് ചെയ്യുന്ന സമയത്ത് ഞാൻ ആദ്യത്തെ ക്യാരക്ടറിനെ ടച്ച് ചെയ്യാൻ പോവാണ്. ഈ ക്യാരക്ടറിൻ്റെ മുകളിൽ ഞാൻ പ്രസ് ചെയ്യുന്ന സമയത്ത് ആ ക്യാരക്ടർ ഹലോ ഫ്രണ്ട്സ് എന്ന് പറയുകയാണ്. 2 സെക്കൻഡ് നേരത്തേക്ക് ഹലോ ഫ്രണ്ട്സ് പറഞ്ഞ ശേഷം ആ ക്യാരക്ടർ ഡാൻസിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഞാൻ രണ്ടാമത്തെ ക്യാരക്ടറിനെ പ്രസ് ചെയ്യാൻ പോവാണ്. ആ ക്യാരക്ടർ ഹലോ എന്ന് പറയുകയാണ്, അതിനുശേഷം ഡാൻസ് ചെയ്യുകയാണ്. ഞാൻ മൂന്നാമത്തെ ക്യാരക്ടറിനെ ക്ലിക്ക് ചെയ്യാണ്. ആ ക്യാരക്ടർ ഒന്ന് ജമ്പ് ചെയ്യുന്നു, അതിനുശേഷം ദിസ് ഈസ് ഫൺ എന്ന് പറയുന്നു, എന്നിട്ട് ഡാൻസ് ചെയ്യാൻ തുടങ്ങുകയാണ്. അടുത്ത ക്യാരക്ടറിനെ ക്ലിക്ക് ചെയ്യാണ്. ആ ക്യാരക്ടർ വാവ് എന്ന് പറയുന്നു, ഡാൻസ് ചെയ്യാൻ തുടങ്ങുന്നു. റൈറ്റ്. ആൻഡ് ഫൈനലി നമ്മുടെ ബേർഡ് ക്യാരക്ടറിനെ ക്ലിക്ക് ചെയ്യാണ്. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ ബേർഡ് ചിറക് വിരിച്ച് ഡാൻസ് കളിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. റൈറ്റ്. ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രൊജക്റ്റ്. സോ ഈ പ്രൊജക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കുറച്ചധികം ക്യാരക്ടേഴ്സിന് ആവശ്യമുണ്ട്. അത് ചിലപ്പോൾ നിങ്ങൾ ഡയറക്റ്റായിട്ട് പ്രൊജക്റ്റിനകത്തേക്ക് ആഡ് ചെയ്യുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാനൊരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഈ പ്രൊജക്റ്റ് എങ്ങനെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം. ക്രിയേറ്റ് ബട്ടൺ പ്രസ് ചെയ്യുന്നതിന് പകരമായിട്ട് ഇപ്രാവശ്യം നമ്മൾ ഇവിടെ ഒരു സെർച്ച് ബാർ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ഈ സെർച്ച് ബാറിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കോഡ് എ കാർട്ടൂൺ എന്ന് സെർച്ച് ചെയ്യുക. കോഡ് എ കാർട്ടൂൺ, ഇത് കറക്റ്റായിട്ട് തന്നെ സെർച്ച് ചെയ്യണം. കോഡ് കഴിഞ്ഞൊരു സ്പേസ് വേണം, എ കഴിഞ്ഞൊരു സ്പേസ് വേണം, കാർട്ടൂൺ എന്ന് സെർച്ച് ചെയ്യുക. അതിനുശേഷം എൻ്റർ ബട്ടൺ പ്രസ് ചെയ്യുക. എൻ്റർ ബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഇതിനകത്തുള്ള കുറേ കോഡ് എ കാർട്ടൂൺ റിസോഴ്സുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. റൈറ്റ്. ഇതിനകത്ത് ആദ്യം കാണുന്ന കോഡ് എ കാർട്ടൂൺ ബൈ ലേണിംഗ് റിസോഴ്സസ്, ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ ആവണം വന്നിട്ടുള്ളത് എന്നില്ല. ഏതായാലും ലേണിംഗ് റിസോഴ്സസ്, ഇത് സ്ക്രാച്ചിൻ്റെ ഒഫീഷ്യൽ ലേണിംഗ് മെറ്റീരിയൽസ് ആണ്. അത് തന്നെ സെലക്ട് ചെയ്യുക. നിങ്ങൾ മറ്റേതെങ്കിലും ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ, ഇതാണിപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഇത് ഈ ഒറിജിനൽ വേർഷനിൽ നിന്ന് ഈ ഒരു ഐഡിയിലുള്ള ആൾ ഹ്യൂബർട്ട് സ്റ്റാക്ക് എന്ന് പറയുന്ന ആൾ അയാളുടെ ഇഷ്ടമുള്ള രീതിയിൽ മോഡിഫൈ ചെയ്തിട്ടുള്ള പ്രൊജക്റ്റാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. ഇപ്പോൾ ഞാൻ എന്തായാലും ഈ കോഡ് എ കാർട്ടൂൺ എന്നുള്ള ലേണിംഗ് റിസോഴ്സസിൻ്റെ പ്രൊജക്റ്റ് തന്നെ സെലക്ട് ചെയ്യുകയാണ്. അതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുന്നു. ആ സമയത്ത് ആ പ്രൊജക്റ്റ് നിങ്ങൾക്കിവിടെ ഓപ്പണായി വരുന്നത് കാണാൻ പറ്റും. ഇതിനകത്ത് നിങ്ങളൊരു പണിയെടുക്കുക. റീമിക്സ് എന്ന് പറയുന്ന ഒരു ഗ്രീൻ ബട്ടൺ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. മറ്റുള്ളവർ ചെയ്തു വെച്ച പ്രൊജക്റ്റുകളെ നമുക്ക് എടുത്തിട്ട് റീമിക്സ് ചെയ്യാൻ പറ്റും. നമ്മൾ പാട്ടുകളൊക്കെ റീമിക്സ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ആനിമേഷനുകളൊക്കെ എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആവശ്യമുള്ള മാറ്റങ്ങൾ നമുക്ക് വരുത്താൻ പറ്റും. സോ ഞാൻ ഈ റീമിക്സ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണ്. റീമിക്സിംഗ് എന്ന് കാണാൻ പറ്റും. അതിനുശേഷം ആ പ്രൊജക്റ്റ് നിങ്ങൾക്ക് ഓപ്പണായി വരുന്നതായിരിക്കും. സോ പ്രൊജക്റ്റ് സേവ്ഡ് ആസ് റീമിക്സ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ടാവും. ആ പ്രൊജക്റ്റിന് ഓട്ടോമാറ്റിക്കലി കോഡ് എ കാർട്ടൂൺ റീമിക്സ് എന്നൊരു പേരും വന്നിട്ടുണ്ടാവും. സോ നമ്മുടെ പ്രൊജക്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇവിടെ കുറേ ക്യാരക്ടേഴ്സിനെ നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ജസീക്ക എന്ന് പറയുന്ന ഒരു ക്യാരക്ടറുണ്ട്, JP എന്ന് പറയുന്നൊരു ക്യാരക്ടറുണ്ട്, കെൽസി എന്ന് പറയുന്നൊരു ക്യാരക്ടറുണ്ട്, കിറ്റ് എന്ന് പറയുന്നൊരു ക്യാരക്ടറുണ്ട്, മോട്ടിമർ എന്ന് പറയുന്നൊരു ക്യാരക്ടർ. ഇങ്ങനെ നമുക്ക് 5 ക്യാരക്ടേഴ്സിനെ ഇവിടെ കാണാൻ പറ്റും. ഈ ഓരോ ക്യാരക്ടേഴ്സിനെയായിട്ട് നമ്മൾ ആനിമേറ്റ് ചെയ്യാൻ പോവാണ്. അതിന് മുന്നേ ആദ്യമായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത്, ഞാൻ ഗ്രീൻ ഫ്ലാഗ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സോങ് പ്ലേ ചെയ്യണം. അതാണ് എനിക്ക് ആദ്യം വേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ക്യാരക്ടറിനെ സെലക്ട് ചെയ്യുക. തൽക്കാലം ഇപ്പോൾ ജസീക്കനെ സെലക്റ്റഡ് ആണ്. ജസീക്കകത്താണ് ഞാൻ തൽക്കാലം സൗണ്ട് കൊടുക്കാൻ പോകുന്നത്. ഐ വിൽ ഗോ ടു ഇവൻറ്റ്സ്, വെൻ ഗ്രീൻ ഫ്ലാഗ് ഇസ് ക്ലിക്ഡ്. ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് പാട്ട് കേൾക്കണം. എങ്ങനെയാണ് പാട്ട് കേൾക്കാൻ പറ്റുക? പാട്ട് കേൾക്കാൻ വേണ്ടി നിങ്ങൾ സൗണ്ട് എന്നുള്ളടുത്ത് പോവുക, എന്നുള്ള ഈ ബ്ലോക്ക് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം പ്ലേ സൗണ്ട് ജസീക്ക ദ ക്രീക്ക് അൺടിൽ ഡൺ എന്നുള്ളത് ഇവിടെ അറ്റാച്ച് ചെയ്യുക. ഇപ്പോൾ എന്താ സംഭവിക്കുക, ഗ്രീൻ ഫ്ലാഗ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പാട്ട് നമുക്ക് കേൾക്കാൻ പറ്റും. ജസീക്ക ദ ക്രീക്ക് എന്ന് പറയുന്ന ഒരു സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും. ഞാൻ പ്രസ് ചെയ്ത് നോക്കുകയാണ്. സോ ഒരു വട്ടം കൂടി ഞാൻ പ്രസ് ചെയ്യാണ്. ഈ ഗ്രീൻ ഫ്ലാഗ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. ജസീക്ക ദ ക്രീക്ക് എന്ന് പറയുന്നിട്ടുള്ളൊരു സൗണ്ടാണ് അവിടെ റെക്കോർഡ് ആയിട്ടുള്ളത്. പക്ഷേ നമുക്ക് ഇതല്ല വേണ്ടത്. പകരം നമുക്ക് വേറെ എന്തെങ്കിലും ഒരു മ്യൂസിക്കാണ് നമുക്ക് ആവശ്യം. അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യത്തിലേ ഉള്ളൂ. ഇവിടെ സൗണ്ട്സ് എന്ന് പറയുന്ന കോഡിനകത്ത് റൈറ്റ് സൈഡിലായിട്ട് കോസ്റ്റ്യൂംസ് കാണാം. അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് സൗണ്ട്സ് എന്ന് പറയുന്ന ഒരു ടാബ് നിങ്ങൾക്ക് കാണാൻ പറ്റും. സൗണ്ട്സ് എന്ന് പറയുന്ന ആ ടാബിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ 3 സൗണ്ടുകൾ ഓൾറെഡി കിടപ്പുണ്ട്. ജസീക്കയുടെ 3 സൗണ്ടുകൾ ഇവിടെ കിടപ്പുണ്ട്. ഇതൊന്നുമല്ല എനിക്ക് വേണ്ടത്. പുതിയതായിട്ട് ഒരു പാർട്ടി സൗണ്ടാണ് എനിക്ക് വേണ്ടത്. അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ താഴെ കാണുന്ന ചൂസ് എ സൗണ്ട് എന്ന് പറയുന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രാച്ചിനകത്തുള്ള കുറേ സൗണ്ടുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഈ ഓരോന്നിൻ്റെ മുകളിൽ നിങ്ങൾ നിങ്ങളുടെ മൗസ് പോയിൻ്റർ വെക്കുകയാണെങ്കിൽ ആ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. ഇതുപോലെ വെക്കുകയാണെങ്കിൽ ആ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. തൽക്കാലം ഞാനിവിടെ ഡാൻസ് എന്ന് സെർച്ച് ചെയ്യുകയാണ്. ഡാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു മ്യൂസിക് കേൾക്കാമെന്ന് വെച്ചിട്ട് ഡാൻസ് അറൗണ്ട് എന്നുള്ളത് കേൾക്കുന്നു. ഇതാണ് ഞാനിപ്പോൾ തൽക്കാലം യൂസ് ചെയ്യാൻ പോകുന്ന മ്യൂസിക്. അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഡാൻസ് അറൗണ്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ആ സമയത്ത് ഡാൻസ് അറൗണ്ട് എന്ന് പറയുന്ന ആ മ്യൂസിക് ഇവിടെ ആഡായി വരുന്നതായിരിക്കും. സോ ഡാൻസ് അറൗണ്ട് ആഡായി വന്നിട്ടുണ്ട്. ഇനി എനിക്ക് ജസീക്കയിൽ പോയി കഴിഞ്ഞാൽ ജസീക്കയുടെ നോർമൽ 3 ശബ്ദങ്ങളോടൊപ്പം ഡാൻസ് അറൗണ്ട് എന്ന് പറയുന്ന ഒരു ശബ്ദം കൂടി നമുക്ക് കിട്ടുന്നതായിരിക്കും.
സോ അതിനുവേണ്ടി കോഡിലേക്ക് തിരിച്ചു പോവുക. കോഡിലേക്ക് തിരിച്ചു പോയി കഴിഞ്ഞാൽ പ്ലേ സൗണ്ട് ജസീക്ക ഓഫ് ദി ക്രീക്ക് എന്ന് പറയുന്ന സാധനം അതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുക. ഈ ആരോ മാർക്കിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കൂടെ നമുക്ക് ഡാൻസ് അറൗണ്ട് എന്ന് പറയുന്ന ഒരു സൗണ്ട് കൂടി പുതിയതായിട്ട് നമുക്ക് കാണാൻ പറ്റും. നേരത്തെ ഈ ജസീക്ക ഹാ, ജസീക്ക യായ്, ജസീക്ക ഓഫ് ദ ക്രീക്ക് എന്നുള്ള ഈ 3 സൗണ്ടുകൾ മാത്രമേ ഉണ്ടായിട്ടുണ്ടാവുള്ളൂ. ഞാൻ ഡാൻസ് അറൗണ്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുകയാണ്. റൈറ്റ്, ഇപ്പം ഞാൻ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡാൻസ് അറൗണ്ട് എന്ന് പറയുന്ന ആ പാട്ട് കഴിയുന്നത് വരെ ഇവർ പ്ലേ ചെയ്യും. ഈ പാട്ടിന് എത്ര നീളമുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൗണ്ട്സിനകത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഡാൻസ് അറൗണ്ട് എന്നുള്ളത് 15.57 സെക്കൻഡ്, ഏകദേശം 16 സെക്കൻഡ് നീളമുള്ള ഒരു സോങ്ങാണ്. 16 സെക്കൻഡ് കഴിയുമ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ പാട്ട് നിൽക്കും. പ്ലേ ഡാൻസ് അറൗണ്ട് അൺടിൽ ഡൺ, അത് തീരുന്നത് വരെയാണ് പാടുക. സോ 16 സെക്കൻഡ് കഴിയുമ്പോൾ ഈ പാട്ട് നിന്ന് പോകും. അത് നിന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് എപ്പോഴും ഇൻഫൈനൈറ്റായിട്ട് അത് പാടിക്കൊണ്ടേയിരിക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ കൺട്രോളിനകത്തേക്ക് പോവുകയാണ്. എന്നിട്ട് ഇവിടെ ഫോർ എന്ന് പറയുന്ന ഒരു ബ്ലോക്കിനെ ഞാനിവിടെ അറ്റാച്ച് ചെയ്യാണ്. സോ ഗ്രീൻ ഫ്ലാഗ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പാട്ട് തീരുന്നത് വരെ ഈ പാട്ടിനെ പ്ലേ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യുക. ഇത് ഫോർ എല്ലാ കാലത്തേക്ക് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. അതാണ് ഈ ഫോർ ബ്ലോക്ക് ചെയ്യുക. എല്ലാ പ്രാവശ്യവും ഒരു പ്രാവശ്യം പാട്ട് കഴിയുന്നത് വരെ പ്ലേ ചെയ്യും, 16 സെക്കൻഡ് പ്ലേ ചെയ്യും. അതിനുശേഷം വീണ്ടും അതേ 16 സെക്കൻഡ് അതേ സോങ് പ്ലേ ചെയ്യും. ഇതിങ്ങനെ ഫോർ എല്ലാ കാലത്തേക്കും റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. സോ ഇപ്പം ഞാൻ ഗ്രീൻ ഫ്ലാഗ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ഹിയർ ദാറ്റ് മ്യൂസിക്. ഞാനിപ്പോൾ ഇനി സ്റ്റോപ്പ് ചെയ്യാണ് തൽക്കാലം. സ്റ്റോപ്പ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മ്യൂസിക് സ്റ്റോപ്പ് ആയിക്കോളും. നമുക്കിനി വേണ്ടത് ഈ ക്യാരക്ടേഴ്സിനെ ആനിമേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ജസീക്കനെ തന്നെ ആനിമേറ്റ് ചെയ്ത് തുടങ്ങാം. ജസീക്ക എന്ന് പറഞ്ഞാൽ ഈ ക്യാരക്ടറാണ്. ഈ ക്യാരക്ടറിൻ്റെ മുകളിൽ ഞാൻ പ്രസ് ചെയ്യുന്ന സമയത്ത് ജസീക്കനെ കൊണ്ട് എനിക്ക് ഡാൻസ് കളിപ്പിക്കണം. ജസീക്കയുടെ കോസ്റ്റ്യൂംസ് ഞാൻ നോക്കുകയാണ്. ജസീക്കയുടെ കോസ്റ്റ്യൂംസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ കാണാം 3 കോസ്റ്റ്യൂംസ് ഇവിടെയുണ്ട്. ജസീക്ക എ, ജസീക്ക ബി ആൻഡ് ജസീക്ക സി എന്ന് പറഞ്ഞിട്ടുള്ള 3 കോസ്റ്റ്യൂംസ് നിങ്ങൾ കാണാൻ പറ്റും. ആ 3 കോസ്റ്റ്യൂംസ് മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജസീക്ക ഡാൻസ് കളിക്കുന്നത് പോലെ കാണാൻ പറ്റും. സോ നെക്സ്റ്റ് കോസ്റ്റ്യൂം അടിച്ചാൽ മതി. ഈ കോസ്റ്റ്യൂംസ് മാറ്റുന്നതനുസരിച്ച് ജസീക്ക ഡാൻസ് കളിക്കുന്ന ആനിമേഷനാണ് ഇതിനകത്തുള്ളത്. നമ്മുടെ ക്യാറ്റൊക്കെ നടക്കുന്ന ആനിമേഷനായിരുന്നു ഉണ്ടായിരുന്നത്. പൈക്കോയും നടക്കുന്ന ആനിമേഷനായിരുന്നു. കഴിഞ്ഞ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. അവിടെ നമ്മുടെ ക്യാറ്റിനെയും പൈക്കോനെയൊക്കെ നടത്തുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നമുക്ക് നടക്കുന്ന ആനിമേഷൻ അല്ല ഉള്ളത്, പകരം ഇവർ ഡാൻസ് ചെയ്യുന്ന ആനിമേഷൻസാണ് നമ്മുടെ കയ്യിലുള്ളത്. സോ ഞാൻ കോഡിലേക്ക് തിരിച്ചു പോവുകയാണ്. എനിക്കെന്ത് വേണം, ഗ്രീൻ ഫ്ലാഗ് പ്രസ് ചെയ്യുന്ന സമയത്തല്ല ജസീക്കനെ ഡാൻസ് ചെയ്യിപ്പിക്കേണ്ടത്, പകരം ജസീക്കയുടെ മുകളിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്താണ്. അതിനു വേണ്ടിയിട്ട് ഇവൻസിനകത്ത് പോയി കഴിഞ്ഞാൽ വെൻ ദിസ് സ്പ്രൈറ്റ് ഈസ് ക്ലിക്ഡ് എന്ന് പറയുന്ന ഒരു ബ്ലോക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. വെൻ ദിസ് സ്പ്രൈറ്റ് ഈസ് ക്ലിക്ഡ്, ഈ ബ്ലോക്ക് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ ജസീക്കയുടെ സ്പ്രൈറ്റിനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ആനിമേഷനുകളും കാര്യങ്ങളൊക്കെ നമുക്ക് എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യാൻ പറ്റുക. ഞാനിപ്പോൾ ജസീക്കയുടെ ഈ സ്പ്രൈറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജസീക്കയിലാണ് കോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജസീക്കയുടെ സ്പ്രൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ജസീക്കനെ ഡാൻസ് ചെയ്യിപ്പിക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ലുക്സിനകത്തേക്ക് പോകുന്നു. ലുക്സിനകത്തേക്ക് പോയിട്ട് നെക്സ്റ്റ് കോസ്റ്റ്യൂം ഒന്ന് അറ്റാച്ച് ചെയ്യുന്നു. ഇതൊരു പ്രാവശ്യം ചെയ്താൽ മതിയോ? പോരാ, എനിക്ക് എന്ത് ചെയ്യണം, ഇത് എല്ലാ കാലത്തേക്കും റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. സോ ഞാൻ കൺട്രോളിനകത്ത് പോകുന്നു. കൺട്രോളിനകത്ത് പോയിട്ട് ഫോർ എന്ന് പറയുന്ന ഈ ബ്ലോക്കിനെ ഇവിടെ അറ്റാച്ച് ചെയ്യുന്നു. ഫോർ എന്ത് ചെയ്യും, ഈ കോസ്റ്റ്യൂം മാറ്റിക്കൊണ്ടേയിരിക്കും. നമുക്ക് നോക്കാം. ഞാൻ ഈ ജസീക്കയുടെ മുകളിൽ ക്ലിക്ക് ചെയ്യാണ്. വെൻ ദിസ് സ്പ്രൈറ്റ് ഈസ് ക്ലിക്ഡ്, ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം ജസീക്കയുടെ കോസ്റ്റ്യൂംസ് മാറ്റിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷേ അത് ഭയങ്കര വേഗതയിലാണ് മാറ്റിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. ജസീക്ക ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതെങ്ങനെയാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യാം? നമ്മളെന്ത് ചെയ്താൽ മതി, ചെറിയൊരു ഡിലേ ആഡ് ചെയ്താൽ മതി. അതിൻ്റെ ഇടയിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ട് ആ ടാസ്ക്. അതിനുവേണ്ടി വെയിറ്റ് എന്ന് പറയുന്ന ബ്ലോക്ക്, കൺട്രോളിനകത്തുള്ള വെയിറ്റ് എന്ന് പറയുന്ന ബ്ലോക്കിനെ കൂടി ഞാനിവിടെ അറ്റാച്ച് ചെയ്യുകയാണ്. ഇതിനകത്ത് ഫോർ അറ്റാച്ച് ചെയ്തിട്ടുള്ളത്, ശ്രദ്ധിക്കുക. ഇപ്പോൾ കോസ്റ്റ്യൂം മാറ്റി കഴിഞ്ഞാൽ 1 സെക്കൻഡ് വെയിറ്റ് ചെയ്തിട്ടാണ് ജസീക്ക അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്നത്. ഒരു കോസ്റ്റ്യൂം മാറ്റുന്നു, 1 സെക്കൻഡ് വെയിറ്റ് ചെയ്യുന്നു, അടുത്ത കോസ്റ്റ്യൂം മാറ്റുന്നു, വീണ്ടും വെയിറ്റ് ചെയ്യുന്നു. ഇങ്ങനെയാണ് പോകുന്നത്. കുറച്ച് സ്പീഡ് കൂട്ടാം നമുക്ക്. വെയിറ്റ് ചെയ്യുന്ന ടൈം നമുക്ക് 0.5 ആയിട്ട് കുറക്കാം. 1 സെക്കൻഡ് വേണ്ട. ഇപ്പോൾ ജസീക്ക കുറേ കൂടി വേഗതയിൽ ഡാൻസ് ചെയ്ത് കാണാൻ പറ്റും. നിങ്ങൾക്ക് ഇനിയും വേഗത കൂട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഈ വെയിറ്റ് ചെയ്യുന്ന ടൈം പീരീഡ് കുറച്ചുകൂടി കുറച്ചാൽ മതി. റൈറ്റ്. സോ ഇപ്പോൾ നമ്മുടെ ജസീക്ക ഏകദേശം റെഡി ആയിട്ടുണ്ട്. ജസീക്കനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജസീക്ക ഡാൻസ് കളിക്കുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം ഞാൻ വിട്ടുപോയി, ജസീക്ക ഡാൻസ് കളിക്കുന്നതിന് മുമ്പേ ജസീക്കനെ കൊണ്ട് നമുക്കൊരു ഹലോ കൂടി പറയിപ്പിക്കാം. അത് ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, ലുക്സിനകത്തേക്ക് പോവുക. സേ ഹലോ ഫോർ 2 സെക്കൻഡ്സ് എന്ന് പറയുന്ന ഈ ബ്ലോക്ക് ഇവിടെ അറ്റാച്ച് ചെയ്യുക. റൈറ്റ്. സോ ഓരോ പ്രാവശ്യം ജസീക്കനെ ക്ലിക്ക് ചെയ്യുമ്പോഴും ജസീക്ക ആദ്യം 2 സെക്കൻഡ് നേരത്തേക്ക് ഹലോ എന്ന് പറയും. അതിനുശേഷം എന്ത് ചെയ്യും, ജസീക്കയുടെ കോസ്റ്റ്യൂംസ് മാറ്റും, അഥവാ ജസീക്ക ആനിമേറ്റ് ആവും. അതാണ് നമ്മൾ സംഭവിക്കാൻ പോകുന്നത്. സോ ഞാൻ വീണ്ടും ജസീക്കയുടെ മുകളിൽ പ്രസ് ചെയ്യുകയാണ്. സോ ഹലോ പറയുന്നു. 2 സെക്കൻഡ് നേരം കഴിയുമ്പോൾ ജസീക്ക ഡാൻസ് ചെയ്ത് തുടങ്ങുന്നു. റൈറ്റ്. സോ നമ്മുടെ ജസീക്കയുടെ ആനിമേഷൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്ക് അടുത്ത ക്യാരക്ടറിനെ ആനിമേറ്റ് ചെയ്യാം. JP അകത്തേക്ക് ഞാൻ പോവുകയാണ്. രണ്ടാമത്തെ ക്യാരക്ടറിനെ ഞാൻ സെലക്ട് ചെയ്യുകയാണ്. JPനെയാണ് ഇപ്രാവശ്യം ഞാൻ ആനിമേറ്റ് ചെയ്യാൻ പോകുന്നത്. JP ആനിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേ പ്രോസസ്സ് തന്നെയാണ്. സൗണ്ട് നമ്മൾ വീണ്ടും ആഡ് ചെയ്യേണ്ട. സൗണ്ട് നമ്മൾ സോങ് ഓൾറെഡി ജസീക്കകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഗ്രീൻ ഫ്ലാഗ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ സൗണ്ട് പ്ലേ ആയിക്കോളും അല്ലേ. തൽക്കാലം ഞാൻ JPക്കകത്ത് JPയുടെ ആനിമേഷൻ മാത്രമേ ചെയ്യാൻ പോകുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു, JPനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കൺട്രോൾ ഇവൻസിനകത്ത് പോവുക. ഇവൻസിനകത്ത് പോയി കഴിഞ്ഞാൽ വെൻ ദിസ് സ്പ്രൈറ്റ് ഈസ് ക്ലിക്ഡ് യൂസ് ചെയ്യുക. ഈ സ്പ്രൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോർ എനിക്ക് എന്ത് ചെയ്യണം, എല്ലാ പ്രാവശ്യവും ഈ JPയുടെ കോസ്റ്റ്യൂംസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. JPക്ക് 3 കോസ്റ്റ്യൂമുകളാണുള്ളത്. ഈ 3 കോസ്റ്റ്യൂമുകളും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട പ്രോസസ്സ് അല്ലേ.
സോ ജെ പിക്കകത്ത് പോകുന്നു, ലുക്സിനകത്ത് പോയിട്ട് നെക്സ്റ്റ് കോസ്റ്റ്യൂം അടിക്കുന്നു. ഇത് ഭയങ്കര സ്പീഡിലായിരിക്കും ജെ പി കോസ്റ്റ്യൂം മാറ്റുക. അത് സ്ലോ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു 0.3 സെക്കൻഡ് കൊടുക്കാം നമുക്ക് തൽക്കാലം. റൈറ്റ്, ഇപ്പം ഞാൻ ഈ സ്പ്രൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജെ പി എന്ത് ചെയ്യുന്നുണ്ട്, ഡാൻസ് ചെയ്യുന്നുണ്ട് അല്ലേ. ജെ പി ഡാൻസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്, നമ്മുടെ ജെസിക്കയും ഡാൻസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അടുത്ത ക്യാരക്ടറിലേക്ക് നമുക്ക് പോകാം. അടുത്ത ക്യാരക്ടറിൻ്റെ പേര് കെൽസിയാണ്. കെൽസിയിലും ഇതേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യാം. എന്ത് ചെയ്യാം, ഇവൻസിനകത്ത് പോവാം. വെൻ ദി സ്പ്രൈറ്റ് ഈസ് ക്ലിക്ഡ്, കെൽസിനെ നമുക്ക് ഡാൻസ് കളിപ്പിക്കാം. കെൽസിയുടെ ഫോർ അവർ അടിക്കുക. ഫോർ അവർ എന്ത് ചെയ്യണം, കെൽസി ഡാൻസ് ചെയ്യണം. നെക്സ്റ്റ് കോസ്റ്റ്യൂം അടിക്കുന്നു. അതിനുശേഷം നമ്മൾ ഒരു വെയിറ്റ് ബ്ലോക്ക് കൂടി ഇവിടെ അറ്റാച്ച് ചെയ്യുന്നു. ഒരു 0.3 സെക്കൻഡ് നേരത്തേക്ക് വെയിറ്റ് ചെയ്ത ശേഷമാണ് ഇപ്പോൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യുക. രണ്ടുപേരുടെ കാര്യത്തിൽ ഞാൻ സംസാരിക്കേണ്ട കാര്യം മറന്നുപോയിട്ടുണ്ട്. ജെ പിക്കകത്ത് പോവുക. ജെ പിനെ നമുക്ക് സംസാരിപ്പിക്കണം. എന്ത് ചെയ്യാം, ലുക്സിനകത്ത് പോവാം. സേ ഹലോ ഫോർ 2 സെക്കൻഡ്സ്. ഹലോ എന്ന് പറയാം. ജെ പി പറയുന്നത് ഹലോ ഫ്രണ്ട്സ് ആണെന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. ഹലോ ഫ്രണ്ട്സ് എന്ന് നമുക്ക് പറയിപ്പിക്കാം 2 സെക്കൻഡ് നേരത്തേക്ക്. അതുപോലെ കെൽസിനെ ക്ലിക്ക് ചെയ്യുന്നു. കെൽസിക്കകത്ത് കെൽസി പറയാൻ പോകുന്നത് വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കാര്യം കെൽസിനെ കൊണ്ട് പറയിപ്പിച്ചോളൂ. ഞാനിപ്പോൾ ഹായ് പറയിപ്പിക്കുകയാണ്. ഓക്കെ, കെൽസി പറയുന്നത് ഹായ് ആണ്. സോ കെൽസിനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 2 സെക്കൻഡ് നേരത്തേക്ക് ഹായ് പറയും. അതിനുശേഷം കെൽസി ഡാൻസ് ചെയ്യും. ജെ പിനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 2 സെക്കൻഡ് നേരത്തേക്ക് ഹലോ ഫ്രണ്ട്സ് എന്ന് പറയും. അതിനുശേഷം ജെ പി ഡാൻസ് ചെയ്യും. നമ്മുടെ 3 ക്യാരക്ടേഴ്സ് ആനിമേറ്റ് ആയിട്ടുണ്ട്. ഇതേ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കിറ്റിനെയും ആനിമേറ്റ് ചെയ്യുക. കിറ്റിനും ഇതേ പ്രോസസ്സ് നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യാം. സോ ഇപ്പം നമ്മുടെ 4 ക്യാരക്ടേഴ്സ് ആനിമേറ്റ് ആയിട്ടുണ്ട്. അവർ കൃത്യമായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട്. നമ്മൾ ഗ്രീൻ ഫ്ലാഗ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പാട്ട് പാടുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പ്ലേ ചെയ്യുന്നത് കേൾക്കാൻ പറ്റും. ഇനി നമുക്ക് അവസാനമായിട്ട് നമ്മുടെ പാരറ്റ് അഥവാ മോർട്ടിമർ എന്ന് പറയുന്ന ഈ ഒരു ക്യാരക്ടറിനെ നമുക്കൊന്ന് ആനിമേറ്റ് ചെയ്യാം. ഇവിടെ ചെറിയൊരു കുഴപ്പമുണ്ട്. ഈ മോർട്ടിമർ എന്ന് പറയുന്ന ക്യാരക്ടറിന് ഇതേ പ്രോസസ്സ് നമുക്കൊന്ന് ആനിമേറ്റ് ചെയ്ത് നോക്കാം. എന്നിട്ട് നമുക്ക് എന്താ സംഭവിക്കാൻ നോക്കാമല്ലോ. ഞാനിപ്പോൾ ചെയ്യുന്ന അതേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യാൻ പോവാണ്. ഇവൻസിനകത്ത് പോകുന്നു. വെൻ ദി സ്പ്രൈറ്റ് ഈസ് ക്ലിക്ഡ്, ഫോർ എവർ ഐ വോണ്ട് ടു മേക്ക് ഇറ്റ് ഡാൻസ് അല്ലേ. ഡാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് കോസ്റ്റ്യൂം അടിക്കുന്നു. ചെറിയൊരു ഡിലേ കൊടുക്കാൻ പോവാണ്. റൈറ്റ്, കൺട്രോളിനകത്ത് പോകുന്നു. വെയിറ്റ് ബ്ലോക്ക് ഇവിടെ അറ്റാച്ച് ചെയ്യുന്നു. 0.3 സെക്കൻഡ്സ്. ഇപ്പം നമ്മുടെ ബേർഡ് ക്യാരക്ടറും എന്ത് ചെയ്യുന്നുണ്ട്, ഡാൻസ് കളിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഇടയിൽ ഒരു ആവശ്യമില്ലാത്തൊരു ആനിമേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇങ്ങനെ ചിറക് വിരിക്കുന്ന ആനിമേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 സെക്കൻഡ് അതിങ്ങനെ അടങ്ങിയിരിക്കുന്നുണ്ട്. ഞാൻ ഈ ബേർഡിൻ്റെ കോസ്റ്റ്യൂമിൽ പോയി നോക്കുകയാണേ. മേക്ക് ഷുവർ മോർട്ടിമർ ഈസ് സെലക്റ്റഡ്. അതിനുശേഷം എന്ത് ചെയ്യുക, ഈ കോസ്റ്റ്യൂംസിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ അനാവശ്യമായിട്ടുള്ളൊരു കോസ്റ്റ്യൂം ഉണ്ട്. മോർട്ടിമർ എയും മോർട്ടിമർ ബിയും ഉണ്ട്. അത് കൂടാതെ ഇത് ആവശ്യമില്ലാത്തൊരു കോസ്റ്റ്യൂം കൂടെ കിടപ്പുണ്ട്. ഈ കോസ്റ്റ്യൂം ഉള്ളത് കൊണ്ടാണ് സംഭവിക്കുന്നത്. കൃത്യമായിട്ട് ഈ ക്യാരക്ടർ ആനിമേഷനകത്തൊരു ചെറിയ ബുദ്ധിമുട്ട് വരുന്നത് അതുകൊണ്ടാണ്. ഒന്നുകിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ കോസ്റ്റ്യൂമിൻ്റെ ഇത് ഡിലീറ്റ് ചെയ്ത് കളയാം. ഈ ഒരു കോസ്റ്റ്യൂം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള 2 കോസ്റ്റ്യൂമും കൃത്യമായിട്ട് മാറിക്കോളും. അതാണ് എളുപ്പമുള്ള വഴി. തൽക്കാലം ഞാൻ അത് ചെയ്യാണ്. എൻ്റെ ഡിലീറ്റ് ബട്ടൺ പ്രസ് ചെയ്യുന്നു. സോ ഇത് പോയിട്ടുണ്ട്. ഇപ്പം നമുക്ക് 2 കോസ്റ്റ്യൂമുകൾ മാത്രമേ ഉള്ളൂ. ഇപ്പം നമ്മൾ തിരിച്ചു പോയി കഴിഞ്ഞാൽ ഈ ക്യാരക്ടറിനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ 2 ആനിമേഷൻസ് മാത്രം നമുക്ക് കാണാൻ പറ്റും. സോ നമ്മുടെ ഈ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഗ്രീൻ ഫ്ലാഗ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സൗണ്ട് പ്ലേ ആവും, സോങ് പ്ലേ ആവും. അതിനുശേഷം നമ്മൾ ഓരോ ക്യാരക്ടേഴ്സിനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്തും ആ ക്യാരക്ടർ ഡാൻസ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. ആദ്യത്തെ ക്യാരക്ടറിനെ ക്ലിക്ക് ചെയ്യാണ്, ഹലോ എന്ന് പറയുകയാണ് 2 സെക്കൻഡ് സമയത്തേക്ക്. അതിനുശേഷം ഡാൻസ് കളിക്കുകയാണ്. രണ്ടാമത്തെ ക്യാരക്ടർ ഹലോ ഫ്രണ്ട്സ് പറയുകയാണ്, ഡാൻസ് കളിക്കുകയാണ്. മൂന്നാമത്തെ ക്യാരക്ടർ ഹായ് പറയുകയാണ്, ഡാൻസ് കളിക്കുകയാണ്. നാലാമത്തെ ക്യാരക്ടർ ഹലോ പറയുകയാണ്, ഡാൻസ് കളിക്കുകയാണ്. ആൻഡ് ബേർഡ് ക്യാരക്ടർ ഇങ്ങനെ പറക്കുന്ന ആനിമേഷൻ കാണിക്കുകയാണ്. സോ കൺഗ്രാജുലേഷൻസ്, ഒരു പ്രൊജക്റ്റ് കൂടി നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. മറ്റൊരു രസകരമായ പ്രൊജക്റ്റുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.